ഇടിക്കൂട്ടിലെ ഇതിഹാസം മൈക്ക് ടൈസൺ 19 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രൊഫഷണൽ ബോക്സിംഗ് റിംഗിലിറങ്ങിയിരിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി യുഎസിലെ ടെക്സസ് AT&T സ്റ്റേഡിയത്തിലാണ് വേദിയായത്. ഇന്ന് രാവിലെയാണ് കളി കഴിഞ്ഞത്. ആള് അടപടലം തോക്കുകയും ചെയ്തു. 58-ാം വയസ്സിൽ ടൈസൺ നേരിട്ടത് ബോക്സിംഗ് താരമായി മാറിയ പഴയ യൂട്യൂബർ പ്രോബ്ലം ചൈൽഡ് എന്ന അപരനാമമുള്ള ജേക്ക് പോളിനെയായിരുന്നു. 27-കാരനായ എതിരാളിയുമായുള്ള ടൈസന്റെ മത്സരം ആരാധകർ വളരെയേറെ ആകാംക്ഷയോടെയാണ് കണ്ടിരുന്നത്. ലോകം കാത്തിരിക്കുന്ന ഈ പോരാട്ടം നെറ്റ്ഫ്ലിക്സിൽ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. 8 റൗണ്ട് മത്സരമാണ് നടന്നത്. ഇടിയുടെ ആഘാതം കുറയ്ക്കാൻ ഭാരം കൂടിയ ഗ്ലൗ ആയിരുന്നു ഉപയോഗിച്ചത്. ഇതിനിടെ മത്സരത്തിന് മുന്നോടിയായി ടൈസണും ജെയ്ക്കും വേദിയിൽ മുഖാമുഖം എത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ടൈസൺ വലം കൈകൊണ്ട് ജെയ്ക്കിന്റെ മുഖത്ത് ചെറുതായി ഒന്നടിച്ചതോടെ രംഗമങ്ങ് വഷളായി. ഉടൻ തന്നെ സുരക്ഷാ ജീവനക്കാർ ഇരുവരെയും പിടിച്ചു മാറ്റിയതോടെയാണ് രംഗമൊന്ന് ശാന്തമായത്. സംഭവത്തിന്റെ വീഡിയോ നെറ്റ്ഫ്ലിക്സ് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കിടുകയും ചെയ്തു. ഇതോടെ സോഷ്യൽ മീഡിയയിലുടനീളം ഇത് അതിവേഗം വൈറലാവുകയും ചെയ്തു. മുഖത്തടിക്കുന്നതിന് മുമ്പ് സംവാദം അവസാനിച്ചു എന്ന് പറഞ്ഞ് ടൈസൺ പോളിന്റെ പ്രീ ഫൈറ്റ് ട്രാഷ് ടോക്ക് നിരസിച്ചു. സംഭവത്തിന് ശേഷം പോൾ സോഷ്യൽ മീഡിയയിൽ രോഷാകുലനെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എനിക്ക് അത് തോന്നുന്നില്ല, അയാൾ ദേഷ്യത്തിലാണ്. അയാൾ ദേഷ്യപ്പെട്ട ഒരു ചെറിയ കുട്ടിയാണ്. മൈക്ക് ടൈസന്റേത് ഒരു ക്യൂട്ട് സ്ലാപ്പായിരുന്നു. നാളെ ഞാൻ അയാളെ പുറത്താക്കാൻ പോകുന്നു, പോൾ പ്രതികരിച്ചു. എന്താണെങ്കിലും കറക്റ്റായിട്ട് അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു. ഇതൊരു പിഞ്ച് നിമിഷമാണ്. മൈക്ക് ടൈസണാൽ എനിക്കൊരു അടി കിട്ടി, പോൾ പിന്നീട് എക്സിൽ എഴുതി. എന്താണെങ്കിലും ആ അടിക്കുള്ള മറുപടി ഇന്ന് കണ്ടു കഴിഞ്ഞു. തന്റെ ഐതിഹാസിക 50 വർഷം നീണ്ട വിജയകരമായ കരിയറിൽ 44 നോക്കൌട്ടുകൾ ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ടൈസൺ വലിയ തിരിച്ചുവരവിനാണ് ഒരുങ്ങിയിരുന്നത്. എന്നാൽ എല്ലാം പാളി. 2 പോരാളികളും 230 പൗണ്ടിന് താഴെയാണ് ഭാരമുള്ളത്. പോളിന് 227.2 പൗണ്ടും ടൈസന് 228.4 പൗണ്ടുമാണുള്ളത്. നേരത്തെ ഈ മത്സരം ആദ്യം ജൂലൈയിൽ നിശ്ചയിച്ചു വരുന്നെങ്കിലും ടൈസന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റിവെച്ചിരുന്നു. ഇപ്പോൾ ടൈസൺ ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്താണെങ്കിലും തോറ്റാലും അദ്ദേഹം ഈ പ്രായത്തിൽ ഈ മത്സരത്തിന് ഇറങ്ങിയത് വളരെയേറെ ആവേശം തന്നിരുന്നു. ഇനിയും മികച്ച പെർഫോമൻസുകൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും.